കാരണം പോലീസ് ചൂസ് ചെയ്യേണ്ട കാരണം എന്താ? പ്രത്യേകിച്ച് ചിന്തിക്കൊന്നും വേണ്ടല്ലേ, ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയാണ്. നമുക്ക് എവിടെയാണോ ഡ്യൂട്ടി അവിടെ നിന്നാൽ മതി, എല്ലാ മാസവും ശമ്പളം കിട്ടില്ലേ? കിട്ടും. ഏകദേശം 5 വർഷം കഴിഞ്ഞ സമയത്താണ് പിന്നെ ചിന്താഗതി മാറിയത്. കാരണം എൻ്റെ പേര് പോലെ ജീവിക്കണം ആഗ്രഹിച്ചു. 30,000 35,000 കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ലല്ലേ. ഇന്നിപ്പം നമ്മളൊരു ആക്റ്റീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ബൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3,000 രൂപ വേണ്ട ഇന്ധനടിക്ക്? വേണ്ടേ? വേണം. കാർ യൂസ് ചെയ്യുകയാണെങ്കിലോ ഒരു 10,000 അതല്ലെങ്കിൽ 15,000 രൂപയൊക്കെ നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും അങ്ങനെ ചിന്തിച്ച സമയത്താണ് എക്സ്ട്രാ ഒരു ഏണിങ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താ? നിലവിൽ കിട്ടുന്ന പൈസ തികയുന്നില്ല അല്ലേ. നമുക്ക് കുറച്ചുകൂടി ഒക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിക്കാം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടാവുക അല്ലേ? അതെ, നമ്മുടെ ഫാമിലിയെ നല്ലതുപോലെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം അല്ലേ. അപ്പൊ പണം ഉണ്ടെങ്കിലേ നമുക്ക് ആ ലെവലിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനുശേഷം കുറച്ചുകൂടെ പഠിക്കണം തോന്നി. അങ്ങനെയാണ് ടെറ്റ് സെറ്റ് ഒക്കെ എഴുതിയെടുത്തു. കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് സർവീസ് തന്നെ ഏകദേശം 42,000 രൂപ ശമ്പളത്തോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് ഫിജി കാർഡിനെ കുറിച്ച് കേൾക്കാനിടയായത് അല്ലേ. ഇതുപോലുള്ള ഹോള് നല്ല കേട്ടത്. എല്ലാ ദിവസവും ഫോണിൽ രാത്രി കിടന്നുറങ്ങുന്നവർ അടിച്ചു നോക്കും, എങ്ങനെ ഒരു 10,000 രൂപ എക്സ്ട്രാ ഏൺ ചെയ്യാം. അങ്ങനെ നോക്കുന്നവരുണ്ടോ? ഒരു 10,000 രൂപയെങ്കിലും എക്സ്ട്രാ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടിച്ചു നോക്കാറില്ലേ? ഇല്ലേ? ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് കണ്ടത് ബോബി ചെമ്മണ്ണൂര് 100 കോടി രൂപ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയാൻ സാധിച്ചത്. അതുവരെ ഓച്ചയെ നമുക്ക് അറിയാം അല്ലേ, അറിയാം. പക്ഷെ എന്താണെന്ന് അറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2020 ഞാൻ അടിച്ചു നോക്കി. ആ സമയത്ത് ഏകദേശം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ആസ്തി അന്ന് 10,000 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു 2020 ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോഴുള്ള ആസ്തി ഞാൻ പറയണോ? സ്വർണത്തിന് എത്രയാ വില അല്ലേ? 5 അല്ല 1 പവനൊക്കെ ഇടുന്ന ആളുകൾ ലക്ഷാധിപതിയാണ് അല്ലേ? 4-5 പവനൊക്കെ ഇട്ടാണ് ഓരോരുത്തരും നടക്കുക അല്ലേ? അല്ലേ? ആണ്. അപ്പൊ അത്രയും ഇരട്ടി എന്താണ് വർധന വന്നിട്ടുണ്ടാവും അല്ലെ. അന്ന് 10,000 ആണെങ്കിൽ ഇന്ന് ചിലപ്പം 25,000-30,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. നമുക്ക് എത്രയോ ജ്വല്ലേഴ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എത്രയോ വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് ഈ പ്ലാൻ അല്ലേ, രചിത മാഡം പ്രസന്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. നമ്മളെ ജീവിതത്തിൽ വേണ്ടതെല്ലാം എവിടെയുണ്ട്? എവിടെയുണ്ട്? ഈ പ്ലാനിനകത്ത് ഉണ്ട് അല്ലേ. ഇത് കിട്ടുമോ? കിട്ടുമോ? ആര് കിട്ടും? ആർക്കാണ് ഇത് കിട്ടുക? ആരാണോ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് അവർക്കേ കിട്ടുള്ളൂ കേട്ടോ. ഫിജി കാർഡിൽ വന്നാൽ അത് കിട്ടില്ല. പലരും ചിന്തിക്കുന്നുണ്ടോ ഫിജി കാർഡിൽ വന്നാൽ ഇത് വാങ്ങാൻ സാധിക്കുമോ? ഇല്ല. ആരാണോ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യും? ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കിട്ടൂലേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലേ. ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഞാനിവിടെ ഇരുന്ന് പ്ലാനൊക്കെ കേട്ടു. അതിനുശേഷം ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് അല്ലേ, സെയിൽസ് എക്സിക്യൂട്ടീവ് കയറിയ സമയത്തില്ലേ, എനിക്കൊന്ന് ജെൻസ് ഒരാളെ വരുന്നു. ഞാൻ കയറണോ കയറേണ്ടോ എന്ന് ആലോചിച്ച് അവസാനം ബാക്കിൽ വന്നത്. കാരണം ലേഡീസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ അച്ചീവ്മെന്റ് ഉള്ളത് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കും എടുത്തു നോക്കിയ സമയത്ത് അല്ലേ, ജെൻസ് ഒരാൾ, ലേഡീസ് ആണ് അല്ലെ, വീട്ടമ്മമാരാണ് കൂടുതൽ അച്ചീവേഴ്സ്. അതിനുള്ള കാരണം എന്താ? നല്ല വിദ്യാഭ്യാസം നേടി കല്യാണം കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി, ആ ഒരു സർക്കിളിനുള്ളിൽ ജീവിതം അങ്ങ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരം കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചിന്തിക്കണം അല്ലെ, എന്തുകൊണ്ടായിരിക്കും സ്പെഷ്യലി ലേഡീസ് കൂടുതൽ അച്ചീവേഴ്സ് വരാൻ കാരണം അല്ലെ. ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം നല്ല കഴിവുണ്ട്. അപ്പൊ നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത് എന്തിനാ? ചോറും കറി വെക്കാനാണോ? അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ചില ജീവിതം അതിനായിട്ട് വേണ്ടി മാത്രമാണ്. എന്ത്? രാവിലെ എണീക്കുക, ചോറും കറിയും വെക്കുക, ഡ്രസ്സ് അലക്കുക, ആ ഒരു 10-50 കിലോമീറ്റർ ചുറ്റുപാടിനുള്ളിൽ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു. അതാണ് ജീവിതം. ആണോ? അതാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യുന്ന? ഒരു 70 വർഷം മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ 70 × 365 എത്ര ദിവസം കിട്ടും? ഒരു 25,000 ദിവസമാണ് ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെ. അതിന്റെ 1/3 ഭാഗം ഉറങ്ങി തീർക്കുന്നുണ്ട്. പലരുടെയും പകുതി കഴിഞ്ഞു, പകുതിന്റെ പകുതി അല്ലെ, 3/4 അല്ലെ. എന്നാലും ഇപ്പോഴും എന്താണ് ആലോചിക്കുന്നത്? എങ്ങനെ ഒരു വീട് വെക്കും അല്ലെ, എങ്ങനെ കുറച്ച് പണം സമ്പാദിക്കും, എങ്ങനെ ഒരു ബൈക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കാറ് വാങ്ങിക്കും അല്ലെ. ഇതാണ് ആര് ചിന്തിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന പല ആളുകളും
ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം എങ്ങനെ വാങ്ങിക്കും? ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളുടെ അല്ലെ മുഴുവൻ വിരൽ പോലും വേണ്ട. എന്തൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത്? എന്തൊക്കെയാ എന്തൊക്കെയാ? ഭക്ഷണം അല്ലെ. എന്തായാലും ഭക്ഷണം കഴിക്കാണ്ട് മരിക്കൂല, അത് ഉറപ്പാണ്. പിന്നെ വീട് ആവശ്യമാണ് അല്ലെ. പിന്നെ ഒരു വാഹനം വേണം. പിന്നെ ബാങ്ക് ബാലൻസ് വേണം അല്ലെ. ഇനിയുണ്ട് 7 പേരിൽ ബാലൻസ് അല്ലെ. നമ്മൾ എത്ര കാലമായി പണി എടുക്കുന്നില്ലേ? വിദ്യാഭ്യാസം നല്ലോണുണ്ട്, നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ട്. പൈസ ഉണ്ടോ അക്കൗണ്ടിൽ? ഉണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം? വിദ്യാഭ്യാസം കൂടിയ പണം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറെ ആൾ പണക്കാരാവേണ്ടിയിരുന്നു. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു കാരണം പറഞ്ഞത്, ഞാൻ പലരും വിചാരിക്കും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഉള്ള ഒരാളാണെന്നല്ല. ഞാൻ ഭയങ്കര മടിയനാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ഈ 30 വർഷം ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത് എങ്ങനെ 5-10 വർഷം കൊണ്ട് സമ്പാദിച്ച് ആ 30 വർഷം എങ്ങനെ പൊളിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, 42,000 ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 25,000 രൂപ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പ്രയാസമാണല്ലേ. ഇനി മാറ്റി വെക്കുകയാണെങ്കിലും ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപ ഉണ്ടാവും. 10 വർഷം പണിയെടുത്താലോ 30 ലക്ഷം രൂപ അല്ലെ. ഞാനൊരു 30 വർഷമൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഏൺ ചെയ്യാൻ പറ്റുക 80-90 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവ് ഞാനിങ്ങനെ ആലോചിച്ചു. കുറെ പ്രായമായി, എന്നിട്ട് കുറെ പൈസ ഉണ്ടായിരുന്നു. കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് കാര്യമല്ലേ? നമ്മളെ മക്കൾ അടിച്ചു കൊടുക്കും, നമ്മൾ സൈഡായിരിക്കും വീട്ടിൽ. അപ്പൊ നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് എന്തുണ്ടാവണം? പണം ഉണ്ടാവണം അല്ലെ. എന്നിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കണം. ഇന്ന് പാലക്കാട് അല്ലെ, നാളെ എറണാകുളം, മറ്റന്നാള് കോട്ടയം, പിറ്റേന്ന് തിരുവനന്തപുരം, പിറ്റേന്ന് വീടില്ലേ, പിറ്റേന്ന് മൈസൂർ, അങ്ങനെ ആയിരിക്കണം. ഞാൻ 2-3 ദിവസം വയനാടായിരുന്നു. ഇന്നലെ പാലക്കാട് സ്റ്റേ ചെയ്തു, നാളെ എറണാകുളത്താണ്, മറ്റന്നാള് കുമരകം എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലെ. നല്ല കരിമീൻ പൊള്ളിച്ച സ്ഥലമൊക്കെ അടിപൊളിയായി കിട്ടും സ്ഥലം. അപ്പൊ അങ്ങനെ ജീവിക്കുന്നതല്ലേ അടിപൊളി അല്ലെ? അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്ന പല ആളുകളും. അപ്പൊ അതിന് യാത്രകൾ പോവാം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഫിജി കാർഡ് തിരഞ്ഞെടുക്കാം അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫിജി കാർഡ് തിരഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് വാങ്ങാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? എനിക്ക് കാറ് വാങ്ങാനോ പൈസ ഉണ്ടാക്കണം. പക്ഷെ ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ 2020 ഫിജി കാർഡ് വന്നത്. 10 വർഷം കൊണ്ട് എനിക്ക് 30 വർഷം പണിയെടുത്താൽ സമ്പാദിക്കാൻ പറ്റുന്നത് എനിക്ക് സമ്പാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അല്ല. പക്ഷെ അത് നേടുക എന്ന് പറയുന്നത് വളരെ ഈസി ആണോ? ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, എന്നിവിടെ MC പ്ലാൻ ഇവരൊക്കെ ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. ഞാൻ ഇവരുടെ അടുത്തേക്ക് ഒന്നും എത്തില്ല, സത്യസന്ധമായിട്ട് പറയാം അല്ലെ. പക്ഷെ ഫിജി കാർഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിവുള്ള ആളുകളെ കണ്ടെത്താനുള്ള കഴിവ് ഉള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പ്രായമുണ്ട്, പ്രായം കുറഞ്ഞ ആളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്ക് ആളുകൾ മുന്നിൽ സംസാരിക്കാനൊക്കെ വലിയ മടിയാണ്, സംസാരിക്കാൻ മടിയില്ലാത്ത ആളുകളെ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഈ തരത്തിലേക്ക് അല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്ക് സമയമുള്ള ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലേ. അങ്ങനെ ഫ്ലെക്സിബിൾ ബിസിനസ് അല്ലേ, ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ എനിക്കത് മനസ്സിലായി. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തു. ആദ്യത്തെ 1 വർഷം വലിയ സമ്പാദ്യം നേടാൻ സാധിച്ചില്ല. 1 ലക്ഷം രൂപയിൽ മാത്രമാണ് എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. പക്ഷെ പിന്നീട് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി. അതുവരെ അറിയില്ല, നമ്മൾ അറിയാതെ എത്തിപ്പെട്ടൊരു മേഖലയാണല്ലോ അല്ലെ, പഠിച്ചൊന്നൊന്നുമല്ല. എനിക്കൊന്നും ഇവിടെ വന്നിരിക്കുന്ന ആളുകളും വളരെ യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടായിരിക്കും. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തു. ആ 30 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഏകദേശം 5 വർഷം കഴിയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 കോടിക്ക് മുകളിൽ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷമാണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനത്തെ മീറ്റിങ്ങിലൊക്കെ പല ആളുകളും വെറുതെ പറയുന്നതാണോ, എന്നോട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നു അല്ലേ. അപ്പൊ ഇത് ടാക്സ് അടയ്ക്കുന്ന പൈസയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് വളരെ ഈസി ആണോ? ഈ 30 വർഷം കൊണ്ട് എടുക്കേണ്ട പണി 5 വർഷം കൊണ്ട് ആരെടുത്തിട്ടുണ്ട്? ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. വളരെ സിമ്പിൾ അല്ല. നിങ്ങൾക്ക് ഒരു മാസം ഒരു 10,000 വാങ്ങിക്കാൻ വളരെ ഈസിയാണ് ഫിജി കാർഡിലൂടെ. എനിക്കൊന്നും ഒരുപാട് വീട്ടമ്മമാരിവിടെ ഉണ്ടല്ലേ. നമുക്ക് പാലിന്റെ പൈസ, കുടുംബശ്രീ, എന്തൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ എന്നൊക്കെ ലോണല്ലേ 15,000-20,000 കിട്ടും. വർക്കിന് പോകാൻ പൈസ വേണ്ടേ? ആ സമയത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല, കാരണം ജോലി EMI പോകും. പിന്നെ ലോൺ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ. ലോൺ ഉള്ളവരുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഇല്ലേ?
അത് വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? ലോൺ ഉണ്ടെങ്കിൽ ഇത് അടച്ചാൽ തീരില്ല. അതിന്റെ ഒരു പ്രത്യേകതയാണല്ലേ, ഇത് അടച്ചാൽ തീരില്ല. നമ്മുടെ ജീവിതം എങ്ങനെ തീരും, പക്ഷെ ലോൺ തീരില്ല. കാരണം എന്താ? 10,000 അടച്ചാൽ 6,000 പലിശ അല്ലെ, 5,000 4,000 മുതലിലേക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിൽ, അതാണ് ലോണിന്റെ ഒരു സിസ്റ്റം. അപ്പൊ അത് വലിയ സുഖമുള്ള പരിപാടിയല്ല. ലോണൊന്നും ഇല്ലാതെ ജീവിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ പറയാൻ കാരണം, നമ്മൾ എന്ത് സമ്പാദിക്കാന്നുള്ളതല്ല, കടബാധ്യത ഒന്നും ഇല്ലാതെ ജീവിക്കാൻ അല്ലെ, നല്ലൊരു വീടൊക്കെ വെച്ച് വണ്ടിയൊക്കെ വാങ്ങിച്ച് നമ്മളെ ഫാമിലിയോടൊപ്പം ഒക്കെ ചില്ല് ചെയ്ത് അല്ലെ. ഇപ്പൊ ഞാൻ ഇന്നലെ മെനയാന്നൊക്കെ വയനാട് എന്റെ ഫാമിലിയോടൊപ്പം ഇങ്ങനെ കളിച്ചിരിച്ച് വയനാടായിരുന്നു അല്ലെ. അപ്പൊ ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും അടുത്ത യാത്രകളൊക്കെ ഇട്ട് അങ്ങനെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് എളുപ്പമാണോ? ആണോ? അല്ല. നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? ഈ മാസം EMI അടയ്ക്കാനുണ്ട്, അത് എങ്ങനെ അടയ്ക്കും? ബൈക്ക് ലോൺ ഉണ്ട്, അത് എങ്ങനെ അടയ്ക്കും? കാറിന്റെ ലോൺ ഇല്ലേ, അത് എങ്ങനെ അടയ്ക്കും അല്ലെ? ഒരു ബീച്ചിൽ പോയാൽ സമാധാനമില്ല, മനസ്സിൽ ഈ ലോണാണ് ഉണ്ടാവുക അല്ലേ? കുടുംബശ്രീയുടെ ലോൺ അല്ലേ, ഇത് എങ്ങനെ അടയ്ക്കും? സംഭവം മാസം 10-200 അല്ലെ ആഴ്ചയിൽ 200 മതി, പക്ഷെ ഇത് കിട്ടണ്ടേ? ഹസ്ബൻഡിനോട് ഇല്ലേ കൈ നീട്ടുന്നതിന് ഒരു പരിധി ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഫിജിക്കാട്ട് 6 തരത്തിലുള്ള വരുമാനമുണ്ട് അല്ലെ. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വൈറ്റപ്പിലേക്ക് കടക്കല്ലേ. 6 തരത്തിലുള്ള വരുമാനമുണ്ട്. നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വരുമാനം കിട്ടും? 1 ശമ്പളം അല്ലെ, 2 കിമ്പളം, അതെല്ലാ മേഖലയിലും കിട്ടില്ല. 3 ബോണസ് അല്ലെ, എന്തെങ്കിലും ഓണം വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണസ് കിട്ടും, അതാണ് കൂടുതൽ കിട്ടുക. അപ്പൊ 2-3 തരത്തിലുള്ള വരുമാനം ഉള്ളൂ അല്ലെ. ഫിജിക്കാർഡിനകത്ത് നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള വരുമാനം ഉണ്ട്? 6 തരത്തിലുള്ള വരുമാനം ഉണ്ട്. അത് കിട്ടുമോ? കിട്ടും. അത് വാങ്ങുന്ന ഒരാളാണ്. 6 തരത്തിലുള്ള വരുമാനം ഞാൻ വാങ്ങിക്കുന്നത്. ആനുവൽ പ്രോഫിറ്റിന്റെ 0.5 വാങ്ങിക്കുന്നില്ല, അത് എല്ലാം കിട്ടും. പക്ഷെ അവിടെ എത്തിയാലേ കിട്ടുള്ളൂ അല്ലെ. എവിടെ എത്തണം? ഓരോ റാങ്കിൽ എത്തിയാലേ നമുക്കത് കിട്ടുള്ളൂ അല്ലെ. 1ാമത്തെ റാങ്കിൽ എത്തിയാൽ എല്ലാ പ്രശ്നവും തീരുമോ? 10,000 റുപ്യ കിട്ടുക, തീരുമോ? ഇല്ല. 2ാമത്തെ റാങ്കിൽ എത്തിയാലോ 20,000 തീരൂല അല്ലെ. 3ാമത്തെ റാങ്കിൽ എത്തിയാലോ തീരൂല. അപ്പൊ എവിടെ എത്തണം തീരണമെങ്കിൽ അല്ലെ? ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്, ഇത് എവിടെ എത്തണം തീരണമെങ്കിൽ അല്ലേ. ഞാൻ വിചാരിച്ചു 13 എത്തണം, എന്നാലേ ഈ പ്രശ്നം തീരും അല്ലെ. ഞാൻ 11ാമത്തെ റാങ്കിലാണ്. ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷത്തിന്റെ ഒരു വീട് സ്വന്തമായിട്ടുണ്ട്, എന്റെ സ്വന്തം വീടാണ്. ഒരു 10-20 ലക്ഷത്തിന്റെ വണ്ടി എനിക്ക് സ്വന്തമായിട്ടുണ്ട്, അത് സ്വന്തമാണ്, അടവൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ 11ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു 18 ലക്ഷം രൂപയോളം ലോൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പം നമുക്ക് ഏത് റാങ്കിൽ എത്തിയാലാണ് നമ്മളെ പ്രശ്നം തീരല്ലേ? 3ാമത്തെ റാങ്കിൽ എത്തിയാൽ തീരുമോ? ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഒരു മാസം ഒരു 15,000-20,000 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടില്ലേ 5-6 6ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റൈഡർ ഫണ്ട് അല്ലെ. എത്രയാ? 50,000 അല്ലെ. അപ്പൊ അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ 6ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ബൈക്ക് ഫണ്ട് കാത്തു നിൽക്കാതെ തന്നെ ബൈക്ക് വാങ്ങിക്കാൻ സാധിക്കും. 6ാമത്തെ റാങ്കിൽ എത്തിയാൽ പ്രശ്നങ്ങൾ തീരുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ. ഫിജിക്കാട്ടില് വന്ന് അല്ലെ ചിന്താഗതി എവിടെ എത്തിപ്പോയി അല്ലെ. ഇത് കേൾക്കുന്ന സമയത്തിൽ ഇവിടെ കോടികളുടെ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു 5-6 ലക്ഷം. ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ലക്ഷങ്ങളെ വലുപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ ബാങ്കിൽ എത്ര ഉണ്ട് അല്ലെ. ചിലപ്പോൾ 500 ആണോ 1000 ആണോ 50,000 ആണോ 5 ലക്ഷം എനിക്കറിയില്ല. എത്രയാണെങ്കിലും നമുക്ക് അതിന്റെ വലുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഹാപ്പിയാണോ? അല്ല, എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോവുമായിരിക്കും. മാസം ആരുടെ മുന്നിലും കൈ നീട്ടാനും പറ്റില്ല. കാരണം എന്താ? ശമ്പളം കിട്ടുന്ന ആളല്ലേ, പിന്നെ വായ്പ വയ്ക്കാനൊക്കെ ഒരു മടിയായിരിക്കും. വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈഫായിരിക്കും ജോലിക്കാരുടെ അവസ്ഥ. മറ്റ് ഇൻകം സോഴ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ഇത് എനിക്ക് പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പം ഈ തിരക്കിനിടയിലൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ചെയ്യാം, ഏത് കാറ്റഗറിയിലെ ആളുകൾക്കും ചെയ്യല്ലേ. ഏജും പ്രശ്നമല്ല അല്ലെ, പ്രായ പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, അതൊക്കെ കുറവുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സീരിയസ് ആയിട്ടല്ലേ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറെ ആളുകൾ പറഞ്ഞില്ലേ മലേഷ്യ ട്രിപ്പ് ഒക്കെ അച്ചീവ് ചെയ്തു അല്ലെ. കുറെ പേരില്ലേ, എവിടെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ കൈ ഒന്നിച്ച്? 2 പേരാ 3 പേരല്ലേ? 3 പേര്. നല്ലൊരു കൈ കൊടുത്ത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ, എൻ്റെ ഒരു സജഷനാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ നാട്ടിൽ ഒരു ഫ്ലക്സ് അടിച്ചു വെക്കുക, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്ന് മലേഷ്യയിലേക്ക്. എന്തിനാത്? വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അത് എന്തിനായിരിക്കും ഞാൻ പറഞ്ഞത്? മറ്റുള്ള ആളുകളൊക്കെ കാണട്ടല്ലേ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് അല്ലേ. കാരണം നമുക്കൊരു അവസരം കിട്ടി, ആ അവസരത്തിലൂടെ അച്ചീവ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് അല്ലേ കുറെ പേര്, എത്രയോ പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ട്രിപ്പ് ഇപ്പൊ പാലക്കാട് നിന്ന് എത്രയോ പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. വളരെ കൃത്യമായിട്ട് രചിതമായിട്ടും പറഞ്ഞ് ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ലാഭം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലേ. രണ്ടാമത്തെ, നമ്മളെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താം. അവരുടെ ഫാമിലിയിലേക്ക് കടകൾ രജിസ്റ്റർ ചെയ്ത് നൽകുന്ന സമയത്ത് അവരെപ്പോലെ, ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് ഒരു കട കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു ലാഭം ആർക്ക് കിട്ടും, എനിക്ക് കിട്ടും അല്ലേ. അങ്ങനെ 2020 ഒരു കടയിൽ നിന്ന് തുടങ്ങി ഒന്ന് 10,000, 100,000, 1,000, 10,000 ഇന്ന് ഏകദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 60,000 ഫാമിലിയിലേക്ക് എന്റെ ബിസിനസ് എത്തി നിൽക്കുന്നു. ഈ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് വലിയ ഫിഗറാണ്. പക്ഷെ കുറെ ആളെടുത്തുനിന്ന് കുറച്ച് പൈസ കിട്ടിയാൽ മതി. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, ഇപ്പൊ നമുക്ക് 50,000 ആളെടുത്തുനിന്ന് 1 രൂപ കിട്ടിയ എത്രയാ? 50,000 ആണല്ലേ. 50 പൈസ കിട്ടിയാലോ 25,000 അല്ലെ. 25 പൈസ കിട്ടിയാലോ 12,500 അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ചെറിയ ഫിഗർ ആണെങ്കിലും ഒരുപാട് അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ ഇത്രയും പൈസ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ. കുറെ ഫിഗറിൽ നിന്ന് ചെറിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കതൊരു വലിയ ഫിഗർ ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അല്ലെ ഒരു 40,000-40,000 രൂപ ഫിജി കാർഡിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് എല്ലാ മാസവും മന്ത്ലി പെർഫോമൻസ് നിശ്ചിത ക്രൈറ്റീരിയ ഫിൽ ചെയ്താൽ ലഭിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ലഭിക്കില്ലേ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറേഷൻ ബോണസ് ആണ്. പിന്നീട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് അല്ലേ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് പറഞ്ഞ സമയത്ത് എത്ര ഉണ്ടത്? എത്ര ഉണ്ട്? 50,000 ബൈക്ക് ഫണ്ട് അല്ലേ, 5 ലക്ഷം കാർ ഫണ്ട് അല്ലേ, 10 ലക്ഷം ഇന്റർനാഷണൽ അല്ലേ, 50 ലക്ഷം അല്ലേ. അപ്പൊ 1,65,00,000 എന്തുണ്ട്? അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമുക്ക് അവിടെ ഒന്നും കിട്ടണം. നമുക്ക് തൽക്കാലം അല്ലേ പലർക്കും ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നോട് പലരും ചോദിക്കലുണ്ട്, സാർ ഈ ജോലിക്ക് റിസൈൻ ചെയ്താൽ ഫിജി കാർഡിൽ വിജയിക്കാൻ പറ്റുമോ? എനിക്ക് അതിനുള്ള ഉത്തരം അറിയില്ല. പറ്റുമോ? ജോലി റിസൈൻ ചെയ്താൽ ഫിജി കാർഡിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, വളരെ സീരിയസ് ആയിട്ട് ഫിജി കാർഡ് ചെയ്തു കഴിഞ്ഞാൽ 10-30 വർഷം കൊണ്ട് സമ്പാദിക്കേണ്ടത് ഒരു 10 വർഷത്തിനുള്ളിൽ ഫിജി കാർഡിൽ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് വാങ്ങിയിട്ടുള്ള ആളായതുകൊണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 50,000 രൂപയാണെങ്കിൽ രണ്ടാമത്തത് 5 ലക്ഷം രൂപയാണ് കാർ ഫണ്ട്. 5 ലക്ഷം രൂപയാണ് അല്ലെ. അപ്പൊ നമുക്കിതൊന്നും ആഗ്രഹമില്ലായിട്ടല്ല, നമുക്ക് പൈസ ഇല്ലാത്തതിനെ കൊണ്ടാണ് നമുക്കിതൊന്നും വാങ്ങിക്കാൻ സാധിക്കാത്തത് അല്ലെ. ആഗ്രഹമുള്ളവരാണ് അല്ലെ. അല്ലേ? ബൈക്ക് വാങ്ങാൻ ആഗ്രഹമല്ലേ? അല്ലേ? ഉണ്ട്. ഓ, എനിക്കറിയാം ഉണ്ടാവുന്നുള്ളത്. ഞാൻ പറഞ്ഞു ഏകദേശം 2 വർഷം മുന്നെയാണ് എന്റെ അമ്മയ്ക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തത്. ലൈസൻസ് ഏകദേശം 4-5 പ്രാവശ്യം സ്റ്റമ്പൊക്കെ തട്ടിയിട്ടിട്ട് അവസാനം ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന ആളിനോട് പറഞ്ഞു, ഇനി അമ്മയോട് വരണ്ടെന്ന് പറയുന്നു. ഞാനൊരു 5,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു, എങ്ങനെങ്കിലും ഒന്ന് പാസ്സായി. അവസാനം ലൈസൻസ് കിട്ടി. ഇപ്പൊ പുതിയ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 വർഷമായി. അപ്പൊ ഞാനിത് പറയാൻ കാരണം പല വീട്ടമ്മമാരുടെ മനസ്സിലും ഒരു ബൈക്ക് എടുത്താൽ കൊള്ളാമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഞാനിതെങ്ങനെ പറയും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലേ. ആഗ്രഹങ്ങൾ ഇവിടെ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകരുത്. ആഗ്രഹങ്ങളെല്ലാം നേടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് പോകണം. അതുകൊണ്ടാണ് അല്ലെ. ആഗ്രഹമുള്ളവരൊന്ന് കൈ ഒന്നിച്ച് ബൈക്ക് എടുക്കാൻ. ഈ കഥ പറഞ്ഞത് കൊണ്ടാണില്ലേ കൈ ഒന്നുമില്ല, എനിക്കറിയാം അല്ലെ. അതിൽ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ പലരും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പണ്ടൊക്കെ ചുരിദാർ ഇടാൻ ഭയങ്കര മടിയായിരുന്നു അല്ലെ. ഇന്നെല്ലാം അല്ലെ ഏജ് ആയി കഴിഞ്ഞാൽ ചുരിദാർ ഇട്ടാൻ കേരളത്തിലാണേ പറയുന്നത് അല്ലെ, നടക്കാറുണ്ട് അല്ലെ, ശ്രദ്ധിക്കാറില്ലേ? ഞാൻ നിങ്ങളെ ഉദ്ദേശമല്ല പറഞ്ഞത് അല്ലെ. പലരും ചുരിദാറിട്ടവരെ എന്നെ നോക്കുന്നുണ്ട് അല്ലെ. ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെ അങ്ങനെയാണ്. കാലഘട്ട കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അല്ലേ അല്ലെ. പണ്ട് ഷാൾ ഇട്ടായിരുന്നു, ഇപ്പോഴോ ഷാൾ തിരഞ്ഞാൽ തന്നെ കാണൂല്ലേ. കാരണം കാലഘട്ടം മാറി, കൾച്ചർ മാറിയില്ലേ. സ്റ്റുഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയില്ലേ, വിശാൽ മാർട്ടൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ പോകും അല്ലെ. ഒരു വെസ്റ്റേൺ അല്ലെ കൾച്ചറിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പ്രായം ഒരു മാറ്ററേ അല്ല. ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, വെറുതെ 10-50 വർഷം ഒന്നും അല്ലേ നമ്മൾ ടൈം 5,000-10,000 പണിയെടുക്കാതെ ഉള്ള ജോലി ഒഴിവാക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ നമ്മൾ മാറ്റി വെക്കുക. നമുക്കില്ലേ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാന്നുള്ളതാണ്. ഇപ്പം അടുത്ത 10 ലക്ഷം രൂപ ഏത് റാങ്കിൽ എത്തിയാലും കിട്ടുക? ZSDM എന്ന് പറയുന്ന റാങ്കിൽ 0.5 കിട്ടും അല്ലേ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്. ഈ വർഷമല്ലേ അടുത്ത 15-ാം തീയതി നേപ്പാളിലേക്ക് പോവാണ്. അടുത്ത ഒരു 10-15 ദിവസം അവിടെ ആയിരിക്കും അല്ലേ. ഇത് അനുകരിക്കാൻ വേണ്ടി പറയുന്നതല്ല.
പൈസയ്ക്ക് ആയിട്ട് പോയാൽ മതി, ഒപ്പം പോകാൻ നിൽക്കരുത് അല്ലേ, കാരണം നമ്മുടെ കുടുംബം പട്ടിണിയും പോകും. അപ്പൊ അത്യാവശ്യം പൈസ ആയിട്ട് നിങ്ങൾ എവിടെ വേണേലും പോയി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ യാത്രകൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് 11ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് ഇന്റർനാഷണൽ ട്രിപ്പ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം അല്ലേ എപ്പോഴും എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിനക്ക് പെൻഷനായിട്ട് യാത്രകൾ ചെയ്താൽ പോരെ. എത്ര വയസ്സിലാണ് പെൻഷൻ ആവുക? 54 55 അല്ലേ? അപ്പൊ യാത്രകൾ പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇരുന്ന് കറങ്ങാൻ പറ്റുമോ? അപ്പോ കറങ്ങല്ലേ, വീൽ ചെയറിൽ കറങ്ങേണ്ടി വരും. കാരണം നമ്മളെ ശരീരം നമുക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കില്ലേ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങൾ ആരെ തേടി വരും? നമ്മളൊക്കെ തേടി വരും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ഈ ആഗ്രഹങ്ങളിലെ യാത്ര പോകാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവരിച്ചേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് എന്ത് ചെയ്യണം? യാത്രകൾ പോകണം. കാത്തിരിക്കരുത് കേട്ടോ, ഇതിനു വേണ്ടി കാത്തിരിക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെ, മുട്ടുവേദന, തലവേദന, ഇതൊക്കെ വരാൻ തുടങ്ങും ഒരു പ്രായമായി കഴിഞ്ഞാൽ. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യണം? അടിച്ച് പൊളിക്കണം അല്ലെ. ആര്യപുരം അത് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11ാമത്തെ റാങ്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ആ 10 ലക്ഷം രൂപ അല്ലെ, പിന്നീട് 50 ലക്ഷം രൂപ ഉണ്ട് അല്ലെ. എത്രയാണ് ഏത് റാങ്കിൽ എത്തിയാലേ കിട്ടുക? 12 അല്ലെ. ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, ചില സമയങ്ങളിലൊക്കെ അല്ലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞെട്ടിണീറ്റ് പോകും. വൈഫ് ചോദിക്കുക, അല്ല മനുഷ്യ നീ ഉറക്കല്ലേ, 50 ലക്ഷം ഉറക്കം വരുമോ? ഉറക്കം വരുമോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ത്രില്ലുണ്ട് അല്ലേ? 50 ലക്ഷത്തിന്റെ ഒറ്റ ചെക്കാണ്, ഉറക്കം നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നേടിയിട്ടുള്ള 18 ആളുകൾ ഫിജി കാർഡിൽ ഉണ്ട് അല്ലെ. അപ്ലിക്കേഷൻ നോക്കുക, ബോച്ചെ ചെക്ക് കൊടുത്തൊക്കെ നോക്കുക അല്ലെ. അപ്പം നമുക്കിത് കിട്ടുമോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ലാസ്റ്റ് 1 കോടി രൂപ അല്ലെ, 1 കോടി രൂപ ഹാപ്പി ഹോം ഫണ്ട് അല്ലെ. ഏകദേശം 9 പേരാണ് ആ റാങ്കിൽ എത്തിയത്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കോടികൾ സമ്പാദിക്കണമെന്ന് ഞാൻ പറയില്ല, കടബാധ്യത ഇല്ലാത്ത ഒരു ലൈഫാണ് അല്ലെ. പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, കടല്ലെങ്കിൽ ഒന്നും ഒരു രസമല്ല അല്ലേ. വെറുതെ പറയുന്നത്, കടല്ലെങ്കിൽ ഒരു രസമല്ല, ത്രില്ലില്ല അല്ലേ. അത് നമ്മളെ പറ്റിക്കുന്നതാ. നിങ്ങൾക്ക് 1 രൂപ ബാധ്യതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. നിങ്ങളെ ഫേസ് ഇങ്ങനെ ആയിരിക്കുമോ? ആണോ? അല്ലല്ലേ. ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും. ഇപ്പൊ രജിതാമ്മയുടെ ഇവിടെ ഞാൻ കളിക്കുന്നുണ്ടല്ലോ അല്ലെ. എന്തുകൊണ്ടാ? രജിത രാജീവ് അല്ലെ ഏകദേശം ഈ ബിസിനസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടല്ലേ? ആണല്ലേ. നമ്മൾ എത്രയാണെങ്കിലും, ഇപ്പം ഞാൻ പറയാൻ കാരണം, പല ആളുകൾ എന്ത് പറയുന്നില്ല, എന്നോട് പല ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്തില്ല, ഇന്നിപ്പോ പാലക്കാട് മീറ്റിംഗിൽ ഒരു അധ്യാപകനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജോലിയൊക്കെ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ചെറിയ തകരാറില്ല, ഏതൊരു അധ്യാപകൻ ആയിരിക്കും ഇന്ന് മീറ്റിംഗിൽ വന്നിട്ടുണ്ടാവും അല്ലെ. എനിക്കൊരു തകരാറുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 30 വർഷം ജോലി ചെയ്താൽ എന്താണോ സമ്പാദിക്കേണ്ടത് അത് ഓൾറെഡി വാങ്ങിയിട്ട് ആണ് ഫിജി കാർഡിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ പേര് പോലെ ജീവിക്കാൻ എനിക്ക് പറ്റിയത് ഫിജി കാർഡിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സജഷനും അതാണ്. നിലവിലുള്ള കടബാധ്യതകളൊക്കെ തീർത്ത് എന്ത് ചെയ്യുക, ഫാമിലിയോടൊപ്പം നല്ല രീതിയിൽ ട്രിപ്പൊക്കെ പോവുക, യാത്രകളൊക്കെ ചെയ്യുക, അതൊക്കെ ആസ്വദിക്കല്ലേ. പല ആളുകളും ഇന്ന് ഗോവ കാണാത്ത ആളുകൾ ഉണ്ടല്ലേ. കർണാടക ഇതുവരെ പോയിട്ടില്ല. ഗോവയ്ക്ക് 4-5 ട്രെയിൻ ഉണ്ട്, പക്ഷെ എന്നാലും പോകൂല. ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റിൽ വേണേൽ യാത്ര ചെയ്യാം, 2500 ടിക്കറ്റ് കിട്ടും, എന്നാലും പോകൂല. എന്താ പോകത്ത്? ഈ ബാധ്യതയുടെ ഇടയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവാത്തത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണ്, ആ പോയിന്റോട് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്, അവർ നിങ്ങളോട് പറയോ? ഇല്ല, പറയില്ല. ഞാനിത് പറയാൻ കാരണം, എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 5 പവന്റെ മാലക്കെട്ട് നടക്കാനുള്ളത്. അമ്മയുടെയാണ്, വൈഫിന്റെ അല്ല. കാരണം വൈഫ് ഈ ഗോൾഡ് ഒന്നും ഉപയോഗിക്കാറില്ല, ഡയമണ്ടേ യൂസ് ചെയ്യാറുള്ളൂ. അത് ചിരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വാങ്ങിക്കൊടുത്തതല്ല. ഫിജി കാർഡിന്റെ 8ാമത്തെ റാങ്കിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 12 ലക്ഷം രൂപ ഫിജി കാർഡിലൂടെ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂടെ കൂടിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ലഹരി കിട്ടിയത് അല്ലേ. അപ്പം അതുകൊണ്ട് അല്ലേ നമ്മൾ ടെൻഷൻ അടിക്കണോ? വേണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു അനുഭവം പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞു എനിക്കൊരു 17 എടുക്കണം അല്ലേ. 17 എന്താ മനസ്സിലായോ? ഐഫോണിന്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തു, ദൈവമേ 1 ലക്ഷം പോയല്ലോ അല്ലേ. പിന്നെ ഞാൻ ആലോചിച്ചു, അവിടെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 6 ലക്ഷത്തിന്റെ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല എടുത്തോട്ടെ അല്ലേ. കുട്ടി കൊണ്ടുപോയി വാങ്ങിക്കൊടുത്തു അല്ലേ. എന്തുകൊണ്ടായിരിക്കും? എന്റെ കയ്യിൽ നിന്ന് പൈസ പോലെ അവളെ പൈസക്ക് അവള് വാങ്ങിച്ചു അല്ലേ. പോയിട്ട് ഐഫോൺ 17 ഏകദേശം 1,02,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഞാനിത് പറയാൻ കാരണം, നടക്കേണ്ട സമയത്ത് ആര് നടക്കണം? നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കണം അല്ലേ, വേണ്ടേ? പിന്നെ കുറെ കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. കുറെ പ്രായമൊക്കെ ആയിട്ട് അയ്യോ എന്റെ നല്ല സമയത്ത് ഇങ്ങനെയൊക്കെ പോയല്ലോ അല്ലേ.
അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, നമ്മൾ പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ജീവിക്കാനും സാധിക്കണം എന്നുള്ളത് എനിക്ക് തരാനുള്ള ഒരൊറ്റ നിർദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലെ, അത് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിലോ എല്ലാ വർഷവും ഇങ്ങനെ കടന്നു പോകും, നമ്മളെ ആഗ്രഹങ്ങളിലും ലക്ഷ്യങ്ങളിലേക്കൊന്നും നമുക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. എന്തായാലും സ്പെഷ്യലി വളരെ സന്തോഷം പാലക്കാട് വന്നതില്ലേ. പാലക്കാട് ഭയങ്കര ചൂടാണ് അല്ലേ? ആണ്, ഭയങ്കര കാലാവസ്ഥ ഭയങ്കര ചൂടാണ് അല്ലേ. മറ്റു ഡിസ്ട്രിക്റ്റിനെ എനിക്കൊന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ എനിക്കൊന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഒരു 10-30 വർഷമൊക്കെ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് മറന്നേക്കുക. വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്ത് വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും, സ്പെഷ്യലി പാലക്കാടിലെ പുറത്തുനിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, എല്ലാവർക്കും എൻ്റെ ഭാഗത്ത് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ഒക്കെ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you so much.